ഞാൻ ഇന്ന് നിൽക്കുന്നത് കടമ്പനാട് കുടിവെള്ള പദ്ധതിയുടെ മലങ്കാവിലുള്ള ശുദ്ധീകരണശാലയ്ക്ക് മുന്നിലാണ് നിൽക്കുന്നത്. മണ്ണടി പമ്പ് ഹൗസിൽ നിന്ന് എത്തുന്ന വെള്ളം ഇവിടെ നിന്നുമാണ് വെള്ളം ശുദ്ധീകരിച്ച് കന്നിമല, മലങ്കാവ്, നെടുങ്കുന്ന് മലനട, മോതിരച്ചുള്ളിമല എന്നിവിടങ്ങളിലേക്ക് കുടിവെള്ളം എത്തുന്നത്. ഇപ്പോൾ 15 ദിവസമായിട്ടാണ് നമുക്ക് വെള്ളം മുടങ്ങിയിരിക്കുന്നത്. അപ്പം കടമ്പനാട് പഞ്ചായത്തിൻ്റെ വിവിധ ഏരിയകളിൽ, അതായത് പഞ്ചായത്ത് മുഴുവനായിട്ടും തന്നെ കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. പിന്നെ ആളുകൾക്ക് കുടിക്കാൻ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പം നമ്മുടെ മണ്ണടി പമ്പ് ഹൗസിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് നമ്മുടെ ഈ ശാഖയിൽ എത്തിയിട്ടാണ് പമ്പ് ചെയ്താണ് ശുദ്ധീകരിച്ചാണ് ഇവിടെയൊക്കെ വിതരണം ചെയ്യുന്നത്. പക്ഷേ മണ്ണടിയിലെ മോട്ടോർ കേടായത് കാരണമാണ് ഇപ്പോൾ 15 ദിവസത്തിലേറെയായിട്ടെന്ന് പറയാം വെള്ളം മുടങ്ങിയിരിക്കുന്നത്. ഈ പമ്പെന്ന് പറയുന്നത് 10 വർഷത്തിലേറെ പഴക്കമുള്ള പമ്പാണ്. 2 പമ്പുകളാണ് പമ്പ് ഹൗസിലുള്ളത്. 60 HP-യുടെ 2 പമ്പുകൾ. അതിൽ ഒരെണ്ണം കാലങ്ങളായേ കേടായിട്ടിരിക്കുകയാണ്. ബാക്കി ഒരെണ്ണം ഇടയ്ക്കിടയ്ക്ക് കേടാവും, പിന്നെയും ബൈൻഡിങ് ചെയ്യും. ഇതേ കണക്ക് 2 ആഴ്ചയോളം ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് വെള്ളം ക്ഷാമം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ആളുകൾക്ക് ഇത്ര രൂക്ഷമായിട്ട് ക്ഷാമം വന്നിട്ടില്ല ജലത്തിൻ്റെ. പക്ഷേ ഇപ്പം ഈ ചൂട് കഠിനമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പം ചൂട് കാലാവസ്ഥ തുടങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് തന്നെ ആളുകൾ കുടിവെള്ള ക്ഷാമം കാരണം ബുദ്ധിമുട്ടുകയാണ്. പിന്നെ ഈ പമ്പ് ഹൗസിലെ മോട്ടർ നമുക്ക് ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആയിട്ടിരുന്ന, അടൂർ MLA ആയിട്ടിരുന്ന സമയത്താണ് നമുക്ക് ഈ പമ്പ് ഹൗസ് ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്. അപ്പം 3 ടേമാണ് ചിറ്റയം ഗോപകുമാർ MLA, അടൂർ MLA ആയിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷേങ്കിൽ നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നും പറയുകയല്ല, എന്നാലും ശരി, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് സർക്കാർ എന്തെല്ലാം മുതൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു 30,000 രൂപയുടെയാണ് ഈ മോട്ടറിൻ്റെ വില വരുന്നത്. ഈ മോട്ടറിന് ഇപ്പം നമുക്ക് ഇതിൽ കൂടുതലുള്ള ഒരു മോട്ടർ വെക്കാനും നമ്മുടെ അടൂർ MLA വിചാരിച്ചാൽ നമ്മുടെ മണ്ണടി പമ്പ് ഹൗസിലെ ഒരു പുതിയ മോട്ടർ വെക്കാൻ കഴിയത്തില്ലേ? ഒരു 30,000 രൂപയുടെ ആണെന്നാണ് അത് പറയുന്നത്. നമുക്കൊരു എത്ര 30,000 രൂപകൾ ഇവിടെ അടിച്ചു പൊളിച്ച് കളയുന്നുണ്ട്. ഇപ്പം ഇത്രയും നാൾ വെള്ളമില്ലാതെ ആളുകൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പം അവസാന നിമിഷം കൊണ്ടുവന്ന് ഇനിയിപ്പം അവർ വാഗ്ദാനങ്ങളായിട്ടും പ്രസ്താവനകളായിട്ടൊക്കെ ഇറങ്ങും, ഞാൻ ഇപ്പം വെള്ളം പരിഹരിച്ച് തരാമെന്ന്. പക്ഷേ എത്രയോ ജനങ്ങളുടെ ഇത്രയും ദിവസമായിട്ടുള്ള വെള്ളത്തിൻ്റെ ക്ഷാമം ഇവരെങ്ങനെ പരിഹരിക്കും? പുതിയ പമ്പ് ഇവിടെ വെച്ചാൽ, മോട്ടർ വെച്ചെങ്കിൽ തന്നെ നമുക്ക് ഇതിനൊരു പരിഹാരമാകത്തുള്ളൂ. ഇനി ദിവസങ്ങളോളം ഇത് വീണ്ടും കേടാവും. ഇപ്പം ഈ കുടിവെള്ള ക്ഷാമത്തിൻ്റെ രൂക്ഷമായിട്ടിരിക്കുന്ന സമയം തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ വർഷത്തിൽ ഇനി ഒരു 6 മാസത്തോളം ഈ ചൂട് ഇതിലും കഠിനമായിട്ട് തന്നെ വരും. വർഷങ്ങളിലേക്കാട്ടിലും കഠിനമായിട്ടുള്ള ചൂടാണ് വരാൻ പോകുന്നത്. നമ്മുടെ ജനപ്രതിനിധികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ചാൽ, ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട ജനങ്ങൾക്ക് അത്യാവശ്യം കുടിവെള്ളം മുടങ്ങാതെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് നമ്മുടെ സ്ഥലം MLA പറയാനുള്ളത് ഒറ്റൊരു കാര്യമേ ഉള്ളൂ. എങ്ങനെയും 1-2 മോട്ടർ പുതിയത് മേടിച്ച് മണ്ണടിയിലൊന്ന് സ്ഥാപിക്കണം. അല്ലാതെ പഴയത് വീണ്ടും പാച്ച് വർക്ക് ചെയ്ത് വെക്കാൻ നോക്കരുത്. അത് ഇനിയും മുടങ്ങും. അത് ജനങ്ങളെ എല്ലാം ഒരുപോലെ ദുരിതത്തിലാക്കും. നിങ്ങൾക്ക് ദയവുണ്ടെങ്കിൽ, കനിവുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്നത് പുതിയ മോട്ടർ മേടിച്ച് എത്രയും പെട്ടെന്ന് സ്ഥാപിച്ച്, പഴയ മോട്ടർ ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് 2-3 ദിവസമായിട്ട്. വെള്ളം ഇപ്പം എത്തുമെന്നും പറഞ്ഞ് ആൾക്കാർ മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഏതായാലും അതിനോടൊപ്പം തന്നെ പുതിയതും കൂടെ മേടിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പഴയത് എപ്പോഴാണ് പണി മുടക്കുന്നതെന്ന് അറിയത്തില്ല. ഇനിയും ഏതായാലും 15 ദിവസം ആളുകളെല്ലാം ദുരിതത്തിലായിരുന്നു.